വയനാട് എന്ന ദുരന്ത ഭൂമിയുടെ വിലാപം ഇപ്പോഴും നമ്മിൽ അവശേഷിക്കെ നമ്മൾ നിഷ്ക്രിയരായിരിക്കുകയല്ല വേണ്ടത്. നമ്മുടെ അനുതാപവും പ്രാർത്ഥനയും മാത്രം അവർക്ക് പോരാ. പകരം നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ച് തുടർന്നും അവരിലേക്ക് സഹായങ്ങൾ എത്തിക്കുക തന്നെ വേണം. ജോലിയില്ലാതെ പ്രത്യേകിച്ചും വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ഞങ്ങളുടെയും ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മാസം നമുക്ക് അതിനു വേണ്ടി ഒത്തുചേരാം. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടുത്ത ഒരു മാസത്തെ അടുക്കളയിൽ നിന്നുള്ള വരുമാനത്തിന്റെ ഒരു പങ്ക് അവർക്ക് കൊടുക്കുക. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരുപാട് ആർഭാടമായിട്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കാതെ നമ്മളുടെ വിശപ്പിനും നമ്മളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് ആവശ്യമുള്ള രീതിയിൽ ഒതുക്കി ചെലവ് കുറച്ച് നമ്മൾ പാചകം ചെയ്തിട്ട് മിച്ചം വെക്കുന്ന തുക ഒരു മാസത്തിന് ശേഷം നമ്മൾ വീട്ടമ്മമാരുടെ വക വയനാടിനെ രക്ഷിക്കാനുള്ള ഫണ്ടിലേക്ക് അയച്ചു കൊടുക്കാം. അപ്പൊ ഇനി അടുത്ത ഒരു മാസത്തെ വീഡിയോ നമ്മൾ വളരെ എക്കണോമിക് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം. ഇനി അതൊന്നുമല്ല നമ്മുടെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഈ ഒരു കാര്യം മനസ്സിൽ വെക്കുക. നമ്മുടെ വീട്ടിലുള്ളവരുടെ ആരോഗ്യവും സന്തോഷവും കെടുത്താതെ തന്നെ ചെലവ് കുറച്ച് നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കുമല്ലേ. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന, അതും തൂരപ്പരിപ്പ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ദാൽ തടുക്കയും അതിൻ്റെ കൂടെ ഒരു ജീര റൈസുമാണ്. ജീര റൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ റേഷൻ അരിയും കൊണ്ടാണ് ജീര റൈസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ നോക്കുമല്ലേ. അപ്പൊ ആദ്യം നമ്മുടെ പരിപ്പ് വേവിക്കാം. നമുക്ക് കുക്കറിൽ വേവിക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഒരു കുക്കർ എടുത്തു. നമ്മൾ ദാൽ തടുക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുക നമ്മുടെ തൂരപ്പരിപ്പാണ്. മഞ്ഞ ചെറിയ പരിപ്പില്ലേ, തൂരപ്പരിപ്പ് ഒരു 3 തവണ ഭയങ്കര നന്നായിട്ട് കഴുകി എടുത്തതാണിത്. 1 കപ്പാണ് ഞാൻ എടുക്കുന്നത്. വെള്ളത്തിന് വലിയ കണക്കൊന്നുമില്ല കേട്ടോ. പരിപ്പ് വേവിക്കുമ്പോൾ തന്നെ കുറച്ച് വെള്ളം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം നമുക്ക് കറിക്ക് ഉപയോഗിക്കാം. നമുക്ക് തിക്കായിട്ട് ഉപയോഗിക്കാം, കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കാം. നമ്മൾ ഇന്ന് ചോറിനാണ് ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കുറച്ചധികം ഞാൻ വെള്ളം ഒഴിച്ചു. എന്നിട്ട് നമ്മുടെ പരിപ്പ് ഞാൻ ഇടുവാണേ. ഏത് പരിപ്പാണെങ്കിലും, സാമ്പാറിന് നമ്മൾ വെക്കുകയാണെങ്കിലും പരിപ്പ് കറി വെക്കുകയാണെങ്കിലും എന്തിനാണെങ്കിലും പരിപ്പ് വേവിക്കുമ്പോൾ ഒരല്പം ഓയിലോ വെളിച്ചെണ്ണയോ നെയ്യോ എന്തെങ്കിലും ഒരു സാധനം ചേർക്കാം. 2-3 ഡ്രോപ്പ് നെയ്യ് ഞാൻ ഇട്ടു. അതിൻ്റെ അകത്തേക്ക് ഞാൻ ഒരല്പം മഞ്ഞപ്പൊടി, ഒരു നുള്ളു മഞ്ഞപ്പൊടി. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഉപ്പ് നമ്മൾ പിന്നെ ചേർത്താൽ മതി കേട്ടോ. നമുക്കൊരു 3 വിസിൽ അടുപ്പിക്കാം. അപ്പം നമ്മൾ ദാൽ തടുക്ക ഉണ്ടാക്കാൻ പോവാണ്. അതിന് ഐശ്വര്യമായിട്ട് അത്ര ഐശ്വര്യമായിട്ട് തീ കത്തണില്ല എന്ന്, ഇവിടെ കാറ്റല്ലേ പുറത്ത്, അതുകൊണ്ടാണേ. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചു. അപ്പം ഞാൻ ഒരേ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് നമ്മൾ പാചകത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ കടുകിടാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. ഒരു 2 ടീസ്പൂണ് ജീരകം, അതായത് നല്ല ജീരകം ഇട്ട് അതിൻ്റെ കൂടെ ഒന്ന് പൊട്ടിക്കോട്ടെ. വറ്റൽമുളക് 2 എണ്ണം ഇട്ടൊന്ന് പൊട്ടിക്കാം. നോർത്ത് ഇന്ത്യൻ കറി ആണെങ്കിൽ പോലും നമുക്ക് നമ്മളുടേതായിട്ടൊരു ചെറിയ സംഭവം വേണ്ടതുകൊണ്ട് ഞാനൊരല്പം കറിവേപ്പിലയും കൂടി ഇടുകയാണ് കേട്ടോ. ഇനി ഒരു സവോള, വളരെ ചെറിയൊരു സവോള നമുക്ക് കുനുകുനൂന്ന് അരിഞ്ഞിട്ടിടാം. സവോളയുടെ അളവ് കൂടരുത്, ഒരു മധുരം വരും. അപ്പോൾ ഒരു ഏറ്റവും ചെറിയൊരു സവോള. അപ്പോൾ ഒരു തുണ്ട് ഉപ്പും കൂടെ ഞാനിട്ട് ഇതൊന്ന് വഴറ്റട്ടെ. നമുക്ക് വെജ് കഴിക്കുന്നവർക്ക് നോൺ വെജ് കഴിക്കുന്നവർക്ക് ഒരേപോലെ ഇഷ്ടമുള്ള ഒരു കറിയാണ് ഈ ദാൽ കറി, അല്ലെങ്കിൽ ദാൽ തടുക്ക എന്നൊക്കെ പറയും അല്ലേ. നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ കേരളീയർ ഉണ്ടാക്കുന്നതിനേക്കാൾ ഇത് രസം തമിഴന്മാരുണ്ടാക്കിയ അടിപൊളിയാണ്. അതുപോലെ നോർത്ത് ഇന്ത്യക്കാർ ഉണ്ടാക്കിയാൽ അടിപൊളിയാണ്. ഇവൻ ഞങ്ങൾ തായ്ലൻഡിൽ പോയപ്പോൾ അവിടെ പോലും നല്ല സൂപ്പർ ആയിട്ടുള്ള സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിവിടെ ഉണ്ടാക്കാറ് സാധാരണ ഇതെല്ലാം കൂടെ കുക്കറിൽ അടുപ്പിച്ച് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും എന്താ പറയുക എല്ലാം കൂടെ സവോള എല്ലാം കൂടെ കുക്കറിൽ അടുപ്പിച്ച് ഒന്ന് നെയ്യിൽ പൊട്ടിച്ചെടുക്കും. ഇത്രയേ ഉള്ളൂ എൻ്റെ ദാൽ കറി, ഇതേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഈ പുറത്ത് പോയി കഴിക്കുമ്പോഴാണ് ഇതിന്റെ ഒറിജിനൽ റെസിപ്പി ഇതെല്ലാം എന്ന് മനസ്സിലാക്കണം. അപ്പം യൂട്യൂബിൽ നോക്കുന്നതിനേക്കാൾ നല്ലത് നോർത്ത് ഇന്ത്യയിൽ സ്ഥിരം താമസിക്കുന്ന ആരോടെങ്കിലും ചോദിക്കുകയാണ്. അപ്പോൾ എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള നിഷ, അല്ല ഹസ്ബൻഡ് മിലിറ്ററിയിലാണ്. അപ്പോൾ അവൾ എത്രയോ വർഷമായിട്ട് നോർത്ത് ഇന്ത്യയിലാണ്. അപ്പം ഇങ്ങനെയുള്ള റെസിപ്പീസൊക്കെ ആളാണ് പറഞ്ഞത്. അപ്പം ഇത് പക്ക ദാൽ തടുക്കയുടെ റെസിപ്പിയാണ്. ഈ അടുത്ത് ആരോ പറയണത് ഞാൻ കേട്ടു, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ലാസ്റ്റേ നമ്മൾ ചേർക്കുക, അതിൻ്റെ ഫ്ലേവർ പെട്ടെന്ന് നഷ്ടപ്പെടും. അപ്പോൾ ആ ഫ്ലേവേഴ്സ് നമുക്ക് കറിയിൽ കിട്ടണമെങ്കിൽ ഒരു ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ ഇട്ടാൽ മതി. അതുകൊണ്ട് തന്നെ സവോള പകുതി വഴന്ന് കഴിഞ്ഞതിന് ശേഷം 1 കുടം വെളുത്തുള്ളി തൊലി കളഞ്ഞ് കുഞ്ഞായിട്ട് അരിഞ്ഞതും 3 പച്ചമുളകും കൂടെ ഞാൻ ചേർക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മൾ തന്നെ ഉണക്കി പൊടിച്ച അതൊരു 2 ടീസ്പൂണാണ് ഞാൻ ഇടുന്നത്. മഞ്ഞപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ടു. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ 2 തക്കാളി അരച്ചത്, വേവിച്ചിട്ടൊന്നുമില്ല, അരച്ചത് ടൊമാറ്റോ പ്യൂരി ഞാൻ ദേ ഇങ്ങോട്ട് ഇടുകയാണ്. ഇത് നന്നായിട്ടൊന്ന് വരട്ടി നമുക്ക് സെറ്റാക്കാം. നമുക്ക് നമ്മളുടെ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം എന്താണ് ഹാലെന്നൊന്ന് നോക്കട്ടെ കേട്ടോ. ആവും ഇപ്പൊ പായസം പോലെയായി. അപ്പോൾ 3 അടി മതി കേട്ടോ. വഴറ്റിയുടെ എണ്ണയൊക്കെ നല്ല തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ധാരാളമായി മല്ലിയില അങ്ങോട്ടിടാം. അടുപ്പിച്ച് വെച്ച പരിപ്പ് ഒഴിക്കുകയാണ്. അപ്പൊ ഞാൻ കുറച്ച് വെള്ളവും കൂടെ കഴുകി ഇങ്ങോട്ട് ഒഴിക്കുവാണേ. ചോറിനായതുകൊണ്ട് കുറച്ച് ഗ്രേവി നമുക്ക് വേണം. ഓക്കെ, ഇനി ഉപ്പ് നോക്കണം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകിയ നമ്മുടെ ദാൽ തടുക്ക റെഡിയാണ്. ഞങ്ങളിവിടെ ഉണ്ടാക്കുമ്പോഴേ അതൊരു മഞ്ഞ നിറത്തിലാണ് കിടക്കുക കേട്ടോ. നമ്മുടെ ചക്കപ്പുഴ അരച്ച പോലെ. ഇപ്പോഴാണ് ഒറിജിനൽ നമുക്ക്
നോർത്ത് ഇന്ത്യയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല ദാൽ കറിയുടെ അതേ കളറും ടെക്സ്റ്ററും ഒക്കെ വന്നത്. ഒന്ന് നോക്കട്ടെ കേട്ടോ ടേസ്റ്റ്. അപ്പൊ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അധികം ചെലവില്ലാതെ നമ്മുടെ വീട്ടിലുണ്ടാക്കാവുന്ന ദാൽ തടുക്കയും സെറ്റ് ആയിട്ടുണ്ട്. ജീര റൈസ് ആണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. റേഷൻ അരി കൊണ്ടാണ് ജീര റൈസ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ബസ്മതി ഉപയോഗിക്കാം, അല്ലെങ്കിൽ പൊന്നിയരി ഉപയോഗിക്കാം. അപ്പം നമ്മുടെ സാധാരണ ഇത് ഓയിലിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഗീൽ ഉണ്ടാക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ നെയ്യാണ് ഇടുന്നത്. 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഇടുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അത് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് പിന്നെ വേണ്ടത് നമ്മുടെ ജീരകമാണ്. നല്ല ജീരകം, ക്യുമിൻ എന്ന് പറയുന്ന നല്ല ജീരകം 2 ടീസ്പൂൺ ഇടുകയാണ് കേട്ടോ. അതിലേക്ക് വളരെ കുഞ്ഞു സബോള കുഞ്ഞായിട്ട് അരിഞ്ഞതും കൂടെ ചേർക്കുകയാണ്. സാധാരണ ജീര റൈസിന്റെ റെസിപ്പിയിൽ ഈ സബോള ഇല്ല, പക്ഷെ ഒരു കുഞ്ഞു സബോള വറുത്ത് ചേർത്താൽ അതിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. സബോള വഴറ്റാൻ ആവശ്യമുള്ള കുറച്ച് ഉപ്പ് ഞാൻ ഇടുകയാണ് കേട്ടോ. ഉപ്പൊക്കെ നിങ്ങളുടെ അളവനുസരിച്ച്. ഓക്കെ, സബോള നന്നായിട്ട് വഴരണം. ഒരുപാട് സബോള കൂടരുത്, ഒരു ചെറിയ സബോള മതി. സബോള ഒരുപാട് ആയാൽ മതിരിക്കും. ഒരുപാട് അങ്ങ് വറന്ന് കരിഞ്ഞു പോകണ്ട. നന്നായിട്ടൊരു ബ്രൗൺ കളറിന് തൊട്ട് മുമ്പ് വരെ വന്നാൽ മതി. ഇതായിണ്ട്. ഇനി നമുക്ക് മല്ലിയില ചേർക്കാം കേട്ടോ. തീ ഒന്ന് ഞാൻ സിമ്മാക്കി അതിന് ശേഷം നമ്മുടെ റൈസ് ചേർക്കുവാണ് കേട്ടോ. വലിയൊരു ഗ്ലാസ് പച്ചരി കഴുകി വേവിച്ചപ്പോൾ നമുക്ക് ഇത്രയും വന്നു കേട്ടോ. പച്ചരി അല്ല, റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ചോറ് വെക്കുന്ന അരി. പച്ചരി അല്ലല്ലോ അല്ലെ. അപ്പൊ എല്ലാം ഇളക്കി യോജിപ്പിച്ച് സെറ്റ് ആയിട്ടുണ്ട്. ഒരു 2 മിനിറ്റിന്റെ പണി അത്രയല്ലേ ഉള്ളൂ. ചോറ് വേവിച്ച് വെച്ചതിന് ശേഷം കേട്ടോ. പലതും ഞാൻ സമയം പറയുമ്പോൾ പലരും പൊങ്കാല ഇടുന്നതിന്റെ കാരണം ഇത് ശ്രദ്ധിക്കുക. നമ്മളെല്ലാം സാധനങ്ങളും തയ്യാറാക്കിയതിന് ശേഷമുള്ള കുക്കിംഗ് ടൈം ആണ് പറയാറ്. 2 മിനിറ്റ്. ഓക്കെ, അപ്പൊ നമ്മളിതേ ഓഫ് ചെയ്തു കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മുടെ ദാൽ തടുക്ക നമ്മൾ രുചി നോക്കിയെങ്കിലും അതിൽ വെള്ളം വരുന്നു കേട്ടോ. വളരെ ടേസ്റ്റ്. ഇതാണ് യഥാർത്ഥത്തിൽ ദാൽ കറി കേട്ടോ. എന്ത് റെസിപ്പി അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ചെയ്താലേ ഭംഗിയായിട്ടുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ജീര റൈസ് മാത്രം ഒന്ന് തിന്ന് നോക്കാം. റേഷനരിയാന്ന് പറയുകയില്ല കേട്ടോ. അടിപൊളിയാണ്. അപ്പൊ ഇത് ബസ്മതിയോ പൊന്നിയരിയോ ആണെങ്കിലും ഒന്നും കൂടെ ടേസ്റ്റ് ആവും. ഇതിന് ഒരു കുഴപ്പമില്ല. നല്ല അടിപൊളി ഫ്ലേവറാണ് ജീര റൈസിന്റെ. ശരിക്കും ഒരു കുഞ്ഞി പപ്പടവും ഒരു അല്പം തൈരും കൂടി ഉണ്ടെങ്കിൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തൊന്ന് കഴിച്ചു നോക്കാം. പൊട്ടിച്ചിട്ട മുളകൊക്കെ ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചു. ഞാൻ ഇട്ട മുളകിന്റെ അളവൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഒട്ടും എരിവ് ഫീൽ ചെയ്യുന്നില്ല. പോരാന്നുള്ളവർക്ക് അതായത് ഈ മുളകൊക്കെ എങ്ങനെ ഒന്ന് പീച്ചി ഞെക്കി ഞെരടി നമുക്ക് കഴിക്കാം. ചെറിയൊരു വായ എടുത്തു. ജീര റൈസിന്റെ ഫ്ലേവർ അല്ല മുന്നിട്ട് നിൽക്കുന്നത്, നമ്മുടെ ദാൽ കറി. ഒരു രക്ഷയില്ല, ഭയങ്കര ടേസ്റ്റ്. കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. വെജിറ്റേറിയൻകാർക്ക് നോൺ വെജിറ്റേറിയൻകാർക്ക് അതിനേക്കാളും ഇഷ്ടപ്പെടും. ഒന്നുമില്ല, നമുക്ക് കുട്ടികളുടെ ടിഫിൻ ബോക്സിൽ പോലും ധൈര്യമായിട്ട് കൊടുത്തുവിടും. ഒരല്പം തണുത്തിട്ടാണ് ഞാനിപ്പോൾ കഴിക്കുന്നത്, എന്നിട്ട് പോലും പെർഫെക്റ്റ് ആണ്. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം അന്നമ്മ.